ഡോക്ടർ തന്നെ ഈ കാര്യം മൃദുലയോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. ഒരു കാര്യം കൂടി ഡോക്ടർ കേൾക്കണം. ഇത് മറ്റാരും അറിയരുത്. എന്റെ അച്ഛൻ അറിഞ്ഞ കുഴപ്പമാണ്. കുടുംബത്തിനൊരു അവകാശം ലഭിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹത്തിന് അച്ഛൻ എന്നെ നിർബന്ധിക്കും. എന്റെ മൃദുലയെ പിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല ഡോക്ടർ. ഓക്കെ. മിസ്റ്റർ പ്രശാന്തൻ, ഞാൻ മൃദുലയോട് സംസാരിച്ചു. അവൾ അല്പം അപ്സെറ്റാണ്. നിങ്ങൾ സമാധാനിപ്പിക്കണം. മാസം തോറും ആ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കൂടെ കൂടെ വന്ന് നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. ഇത് നമ്മുടെ വിധിയാണ്. ഞാനൊരു അമ്മയാകാൻ കഴിയാത്ത പാവിയല്ല ചേട്ടാ. നിങ്ങളെല്ലാവരും എന്നെ വെറുക്കില്ലേ? നിന്നെ ആരും വെറുക്കില്ല. ഇതാരും അറിയാനും പോകുന്നില്ല. ശാന്തേട്ടനോ? എന്റെ മോളെ, നിന്നെ ഞാൻ വെറുക്കാനോ? നമുക്ക് അടുത്ത മാസം കൊടൈക്കനാൽ പോവാം. അത് കഴിഞ്ഞ് ഊട്ടി പോവാം. അതോ ഊട്ടി പോയിട്ട് കൊടൈക്കനാൽ പോകണം? നീ എന്തോ ഒന്നും മിണ്ടാത്തത്? ശാന്തേട്ടാ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? അതിനെന്താ മോളെ, നമുക്കെപ്പോഴും ഹണിമൂണല്ലേ? അസല് കുട്ടിയല്ലേ? അല്ല, എല്ലാ കുട്ടികളും ഈ പ്രായത്തിൽ ഇങ്ങനെ. നീയും ഞാനും അല്ല. നമുക്ക് തിരിച്ചു പോകാൻ ശാന്തേട്ടാ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ശാന്തേട്ടനോ? ഞാനൊരു സിഗരറ്റ് വലിക്കാൻ വന്നതാ. ബോറടിക്കുന്നുണ്ടാവും അല്ലേ? എന്ത്? എന്നോടൊത്തുള്ള ജീവിതം. നീ എന്തൊക്കെയാ പറയുന്നത്? വരൂ, നമുക്ക് കിടക്കാം. ശാന്തേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടൂ? ഞാൻ നിന്നോട് ദേഷ്യപ്പെടാനോ? ഈയിടെയായി നീ ആവശ്യമില്ലാതെ പലതും പറയുന്നുണ്ട്. ആവശ്യമുള്ളതാണ് പറയാൻ പോകുന്നത്. എനിക്കോ നിനക്കോ? എനിക്കല്ല, ശാന്തേട്ടന്. പറയൂ. ശാന്തേട്ടൻ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കണം. സ്റ്റോപ്പ് ഇറ്റ്. കുട്ടികളില്ലാത്ത ജീവിതം എന്നല്ലെങ്കിൽ നാളെ ശാന്തേട്ടനെ വേദനിപ്പിക്കും. അന്ന് ചേട്ടൻ എന്നെ വെറുക്കില്ലേ? നിനക്ക് എങ്ങനെ ഇതെന്നോട് പറയാൻ കഴിഞ്ഞു? നിന്റെ കുഴപ്പം എനിക്കായിരുന്നെങ്കിൽ നീ എന്നെ ഉപേക്ഷിക്കുമായിരുന്നല്ലേ?
കുഞ്ഞിനെ ദത്തെടുത്താലോ? നിനക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ശാന്തേട്ടന്റെ മനസ്സിന്റെ വിഷമം എനിക്കറിയാം. എന്റെ മനസ്സിന് ഒരു വിഷമമില്ല. ഈ ദത്തും കിത്തൊക്കെ എടുത്താലേ അച്ഛൻ എന്ത് പറയുന്നത് നിനക്കറിയാമോ? മൃദുലയെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം പിറ്റേ ദിവസം തന്നെ രാജേട്ടൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റിയില്ല. അതെങ്ങനെയാ? ആ ആഴ്ച മുഴുവൻ പട്ടി പ്രദർശനത്തിന് നടക്കുമല്ലായിരുന്നു ഡോഗ് ഷോ? ഓ പിന്നെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പോയി അന്വേഷിച്ചിട്ട് വരെ. ആ അതിരിക്കട്ടെ. ബൈ ദ ബൈ, ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ? ഐ ആം ഓൾറൈറ്റ്. ഞാനിപ്പോ വരാം. അമ്മാവനിയുടെ എന്നോട് അത്ര രസത്തിലല്ല കേട്ടോ. ബോംബെയിലെ ബിസിനസ് ഉള്ള എന്നാ പറയുന്നത്. അല്ല, ഇവൻ പ്രസാദിനോട് വലിയ താല്പര്യത്തിലാണല്ലോ. അങ്ങനെയൊന്നും ആരുടെയും കൈ പോകുന്നവനല്ല. ആരോടാ മോനെ? എന്താ എന്റെ പേര്? ജിത്തുമോൻ. സുലോചനയുടെ സെലക്ഷനാ. നാഷണൽ അവാർഡ് കിട്ടിയ പട്ടിക്കും ഇതാ പേര്. ഞാൻ എന്ത് ചെയ്യാനാളിയാ? ഇതിനു വേണ്ടി ഒരു ബഹളം ഉണ്ടാക്കാൻ പറ്റുമോ? നീ എന്നെ അറിയോടാ? നീ അച്ഛന്റെ ചിത്താണോ അതോ അമ്മയുടെ ചിത്താണോ? അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അങ്കിളിന് ഒരു മോൻ ഉണ്ടാകുന്നിടം വരെ ഞാനിവിടെ നിന്നോളാന്ന് പറയടാ മോനെ. അവനെ അങ്കിളിന്റെ മോനാണ്. ഉണ്ടാവും. അങ്കിളിന്റെ പടിയെ പൂത്രം ഒഴിക്കരുത്. ഇല്ലെങ്കിൽ പറ. ഇതിനൊക്കെ ചില സ്പെഷ്യൽ നമ്പേഴ്സുകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ശിക്ഷപ്പെട്ടാ മതി. അല്ല, നീ ഇവിടെ വന്ന് നിൽക്കാണോ? വരൂ, നമുക്ക് താഴേക്ക് വാ. വരൂ. അമ്മേ, എന്റെ മോളെ. പ്രശാന്തനല്ലേ മോളെ? ശാന്തേട്ടൻ ഓഫീസിലാണ്, ഞാൻ വിളിക്കാം. ആ, എന്താ നിങ്ങളാരും അങ്ങോട്ട് വരുന്നില്ലല്ലോ? ഇതെന്താ അമ്മേ? അതെ, കുറച്ച് മാങ്ങായാ. നമ്മുടെ കിഴക്കേ വളപ്പിലെ പുളിയമ്മാവിലെയാ. നിനക്ക് അച്ചാറിടാൻ കൊണ്ടുവന്നതാ. അതിന് അച്ചാറുണ്ടാക്കാൻ ഇവൾക്കറിയാമോ? അതുവല്ലതും പഠിപ്പിച്ചിട്ടാണോ നീ അവളെ ഇങ്ങോട്ട് വിട്ടത്? നീ വന്നേ. അല്ലേ, പിന്നെ ആ ശാന്തേട്ടാ, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ആ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഹലോ, അതേ മോനെ, എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? അച്ഛൻ ഈയിടെ ഒരു പുതിയ എസ്റ്റേറ്റ് വാങ്ങി. ഓഫീസിലെ എല്ലാ ജോലി എനിക്കാണമ്മേ. ഒട്ടും സമയം കിട്ടുന്നില്ല. ആ, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. മൃദുലയെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങ് കൊണ്ടുപോകും കേട്ടോ. എന്തിനാണമ്മേ അവളെ കൊണ്ടുപോകുന്നത്? ഇത്തവണ കുഴപ്പം വരുത്തണ്ട. 5-ാം മാസത്തിലേ ഞങ്ങൾ അവളെ അങ്ങ് കൊണ്ടുപോകും. ഹലോ 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 ഹലോ. കട്ടായല്ലോ. ഇവിടുത്തെ അച്ഛൻ അങ്ങോട്ട് വരണമെന്ന് പറയാറുണ്ട്. എവിടുന്ന് വരാൻ? അങ്ങേർക്ക് അതിന് സമയം കിട്ടുന്നത് എപ്പോഴാ? നിന്റെ കല്യാണാലോചനയ്ക്ക് വന്നതാ. ഓ, അന്ന് തന്നെ എന്തൊരു ധൃതിയായിരുന്നു. ആ, ശാന്തേട്ടൻ വന്നമ്മേ. ഫോൺ കിട്ടിയ ഉടനെ ഇങ്ങോട്ട് പോന്നല്ലേ? ഇരിക്കും മോനെ, കാപ്പി കുടിക്കേ. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. അവിടെ എന്ത് വിശേഷം? വിശേഷമൊക്കെ ഇവിടെ അല്ലേ. അമ്മേ, എനിക്ക് കൊഞ്ചു കൊടുത്തു വിടണം. കൊടുത്തയക്കുന്ന എന്തിനാ? നീ അവിടെ വന്ന് ഇഷ്ടം പോലെ കഴിച്ചോളൂ. മോൻ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ടമേ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ആ, പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്നത് മൃദുലയെ കൊണ്ടുപോകാനായിരിക്കും. ഇയാൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. കൃത്യ ദിവസം അറിയിച്ചാൽ നമ്മുടെ ബോട്ട് ആലപ്പുഴ ജെട്ടി വന്ന് കിടക്കും. ആ മൃദുലേ, ആ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഞാൻ കവർ വെച്ചിട്ടുണ്ട്. എങ്ങടുത്തെ
സത്യം പറയൂ, നീ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലേ? ഇല്ല, ഞാൻ കഴിച്ചില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? നീ ഗർഭിണിയാൻ പാടില്ലെന്ന് കരഞ്ഞൂടെ? നമുക്കൊരു കുഞ്ഞ് വേണം ശാന്തേട്ടാ. എനിക്ക് കുഞ്ഞിനേക്കാൾ ആവശ്യം നീയാണ്. പ്ലീസ്, നമുക്കിത് അബോർട്ട് ചെയ്യാം. പ്ലീസ് ശാന്തേട്ടാ, പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. എനിക്കൊരു കുഴപ്പവും വരില്ല. മോളെ, ശാന്തേട്ടൻ നിന്നെ കൂടെ ജീവിക്കാൻ പറ്റില്ല മോളെ. ശാന്തേട്ടാ, എന്റെ മനസ്സ് പറയുന്നു എനിക്കൊരു അപകടവും വരില്ലെന്ന്. ചേട്ടൻ ധൈര്യമായിരിക്കൂ. മൃദുല ചെയ്തത് ഒട്ടും ശരിയായില്ല. എനിക്ക് ഒരു കുഴപ്പവും വരില്ല ഡോക്ടർ. എനിക്കത് പറയാൻ പറ്റില്ല. ഇത്തരം കേസുകളിൽ 80% അപകടമാണ്. വിജയിക്കുന്ന 20%-ത്തിൽ ഒരാൾ ഞാനായിരിക്കും. പോരെ? ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. നമുക്ക് MTP നടത്തി ശരിയാക്കാൻ കുട്ടി. ഇല്ല ഡോക്ടർ, ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല. ഇതിന്റെ ഉറച്ച തീരുമാനമാണ്. മൃദുല എന്താണ് ഈ പറയുന്നത്? അതെ ഡോക്ടർ, എന്റെ ശാന്തേട്ടന് ഒരു കുഞ്ഞ് വേണം. ഈ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് കിട്ടും. അഥവാ ഞാനും കുഞ്ഞ് മരിച്ചാൽ അദ്ദേഹം വീണ്ടും ഒരു വിവാഹം ചെയ്ത് സുഖമായിട്ട് കഴിയും. ഞാൻ ചേട്ടന്റെ നിത്യ ദുഃഖമായിരുന്നു. എന്റെ ശാന്തേട്ടനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു ഡോക്ടർ. ഞാൻ എല്ലാ വിധത്തിലും ശ്രമിച്ചു നോക്കിയതാണ് ഡോക്ടർ. പക്ഷേ മൃദുല സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ നിർബന്ധിച്ചാൽ അവൾ... അപകട സാധ്യതകളെ കുറിച്ച് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടി? അറിയാം, പക്ഷേ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? മിസ്സസിന്റെ പിടിവാശിക്ക് വഴങ്ങുന്ന ബുദ്ധിയല്ല. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക. ഓരോ ഘട്ടത്തിലും നമുക്ക് ചെക്കപ്പ് നടത്താം. കുഴപ്പമെന്ന് കണ്ടാൽ ആ നിമിഷം സർജറി വേണ്ടി വരും കേട്ടോ. ഒരു ചെക്കപ്പും വേണ്ട ചാന്തേട്ടാ. എനിക്കും കുഞ്ഞിനും ഒരു അപകടവും വരില്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഡോക്ടറുടെ ഉപദേശം നിരസിക്കരുത് മൃദുലേ. ഈ മെഡിക്കൽ സയൻസ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ചേട്ടനറിയാമോ? എന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. ഫലോപ്പിൻ ട്യൂബിന് തകരാറ് വന്നാലും സുഖപ്രസവം നടക്കുമെന്ന് ഇത്തവണത്തെ മെഡിക്കൽ ജേണലുണ്ട്. ശാന്തേട്ടൻ എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കരുത്. എനിക്കൊരു കുഴപ്പം വരില്ലെന്നേ. നമുക്ക് കുഞ്ഞു വേണ്ട മൃദുലേ. വേണം ശാന്തേട്ട. ഒരു കുഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വിരസമായിരിക്കും. എന്താ മോളെ? നമ്മുടെ പൊന്നു മോളല്ലേ, കരല്ലേ ശാന്തേട്ടാ. ശാന്തേട്ടൻ കരയരുത്. എനിക്കും കുഞ്ഞിനും ഒരു ആപത്തും വരില്ല. ശാന്തേട്ടന്റെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാൻ. മൃദുലേ, മൃദുലേ. സോറി മിസ്റ്റർ പ്രശാന്തൻ, കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. വായിക്കരിടാൻ ഇനി ആരും ഇല്ലല്ലോ. ഇല്ല. ആ, എന്നാ എടുത്തോളൂ. അങ്ങോട്ട്
എന്നാ പെണ്ണുങ്ങളൊക്കെ ഇനി നാമം ജയിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. വെരി ഗുഡ്. എല്ലാം നോർമലായിട്ട് വരുന്നുണ്ട്. എനിക്കെന്ന് പോകാൻ പറ്റും ഡോക്ടർ? എന്താ ഇത്ര തിടുക്കം? ഞാൻ ഹോസ്പിറ്റലായ വിവരം ഇതുവരെ അച്ഛൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഉടനെ തന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പോവാം. പക്ഷേ ഇനി മദ്യം തീർത്തും ഉപേക്ഷിക്കണം. യു ഷുഡ് നോട്ട് ഈവൻ ടച്ച് ഇറ്റ്. ഹലോ, യെസ്, ചക്കി സ്പീക്കിംഗ്. ആ, കൊടുക്കാം. ഡോക്ടർ താങ്ക് യു. യെസ്, ഡോക്ടർ തോമസ് മാത്യു ഹിയർ. ഓഹോ, ഞാൻ ഉടനെ വരാം. ഒരു കാഷ്വാലിറ്റി കേസുണ്ട്. ഡാഡി, പുതിയ കോമിക് ബുക്സ് കാണണ്ടേ? ഡാഡി ഒന്ന് ടോയ്ലറ്റിൽ പോയി വന്നിട്ട് നമുക്ക് കാണാം. മോൾ എനിക്കൊരു ചിത്രകഥ തരുമോ? മോൾ എനിക്ക് തരുമല്ലേ? താങ്ക്സ്. അല്ല, എന്ത് പറ്റി വേനൻകുട്ടിയെ? താജിക്ക എപ്പോ വന്നു? ഇരിക്കുക. നമ്മൾ ഇന്നലെ വന്നത്. മേനോൻകുട്ടി ആശുപത്രികളാണെന്നുള്ള കാര്യം ഇന്ന് രാവിലെയാണ് നമ്മൾ അറിഞ്ഞത്. അത് മായസിസ്റ്റ് പറഞ്ഞിട്ട് അറിയില്ലേ? മായസിസ്റ്റ് നമ്മൾ അയൽവക്കാ. അല്ല, ഇപ്പൊ നിങ്ങളുടെ സൂക്കേടൊക്കെ എങ്ങനെയുണ്ട്? മാറിയ? മാറി വരുന്നു. അല്ല, ഇത് മേനോൻകുട്ടിയുടെ പൊടിയല്ലേ? അതെ. മൃദുലക്കുഞ്ഞ് തന്നെ. മോളെ, മോളിങ് വന്നേ. താജിക്കയ്ക്ക് സുഖം തന്നെയല്ലേ? എന്ത് സുഖം മേനോൻകുട്ടിയെ. നമ്മുടെ സുഖമൊക്കെ പോയില്ലേ? എന്തു പറ്റി താജിക്ക? ഇനി പറ്റാനൊന്നുമില്ല മേനോൻകുട്ടിയെ. ഉള്ള കടവും വിലയൊക്കെ മേടിച്ചാണ് നമ്മുടെ മുന്നിലെത്തി ഇനി അക്കരെ അയച്ചത്. പോയിട്ടൊരു കത്ത് ഇങ്ങോട്ട് അയക്കണതിന് മുൻപേ അവന്റെ മയ്യത്ത് പോലും നമുക്കും കിട്ടിയവും കാണാൻ കഴിയില്ല. മോനവനെ കണ്ടിട്ടില്ലല്ലോ. പ്രായത്തിൽ കൂടിയ തടിയും പോക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
ഞാനിപ്പോ നഴ്സറിയില്ല. വലുതാകുമ്പോ ഞാൻ വേറെ വലിയ സ്കൂളിൽ പഠിക്കും. മോളെ പേരെന്താ? തുഷാരമോൾ. ഡാഡി എന്നെ ചക്കിമോൾ എന്ന് വിളിക്കും. പിന്നെ പേരെന്താ? സിസ്റ്റർ എന്ന്. ഞങ്ങളെ ടീച്ചറുടെ പേരും സിസ്റ്റർ എന്നാ. മായമോളെ, നമ്മളൊന്ന് മലബാറിന് പോവാണ്. വീട്ടിന്റെ ചാവി. അപ്പോ താജുക്കേനി എന്നാ വരിക? നോയമ്പ് കഴിയട്ടെ, എന്നിട്ട് വരാം. പിന്നെ സൗകര്യം കിട്ടുമ്പോ വീടും പറമ്പോ ഒന്ന് നോക്കണേ. അല്ല, മോൾ ഒളിച്ചിരിക്കുകയാണോ? അല്ലാ, ഈ മേനോൻകുട്ടിയുടെ മോക്ക് നമ്മളെ കണ്ടാ പേടിയാ. ഏയ്, മോക്ക് പേടിയൊന്നുമില്ല. ഉണ്ടോ മോളെ? അപ്പൊ പേടിയല്ല, നാണമാണ്. നാണമൊക്കെ മാറട്ടെ. നമ്മൾ മലബാറിൽ നല്ലൊരു പിയാപ്പിളനെ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്? അന്നെ കെട്ടിക്കാൻ. അല്ലാ, നേരൊരു പടായി. വണ്ടിക്ക് നേരായി. നമ്മൾ പോട്ടെ. പോട്ടെ. താജുക്കയെ കണ്ട് മോള് പേടിച്ചു പോയോ? എനിക്ക് പേടിയൊന്നുമില്ല. ആരെയും പേടിയില്ല. സിസ്റ്റർ, ഞാനൊരാളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മതി. ശരിയാ മായ, അല്ലെങ്കിൽ ഇവിടെ കൂട്ടക്കരച്ചിലാകും.